എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ വിട്ടപ്പോൾ ആയതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരണങ്ങൾ മണ്ഡലകാലത്തെ കുറിച്ചുള്ള ഒരു എളിയ അറിവാണ് ആയതിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ആ കുറഞ്ഞ സമയം കൊണ്ട് അതിനെ ഒരുപാട് വിസ്തരിക്കുവാനോ ആയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിക്കുവാനോ അലങ്കരിക്കുവാനോ ആയതിൽ സാധിച്ചിട്ടില്ല. അത് പിന്നീട് ബോധ്യം വന്നപ്പോൾ ആയതിനെക്കുറിച്ച് ഒരല്പം കൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആയതിനെക്കുറിച്ച് വീണ്ടും വിവരിക്കുന്നു. അറിവ് പരിമിതമാണ് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് ഏതെങ്കിലും വീഡിയോകളിൽ എങ്കിൽ ക്ഷമ ചോദിക്കുന്നു, മാപ്പാക്കണം. ഒരുപാട് വീഡിയോകൾ ആത്മോ ഉല്ലാസ് എന്ന ചാനലിലൂടെ വിട്ടിട്ടുണ്ട്. അത് ലക്ഷ്യം വയ്ക്കുന്നത് മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെയുള്ള മനുഷ്യൻ്റെ വളർച്ചയെയും ആയതിൽ നിന്നുള്ള ഉയർച്ചയെയും കണ്ടുകൊണ്ടാണ്. ആയതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ഇതിലൂടെ പറഞ്ഞുകൊള്ളുന്നു, അറിയിച്ചുകൊള്ളുന്നു. കുറേ കാര്യപ്രാപ്തി ഇല്ലാത്തതായിട്ടുള്ള അവതരണങ്ങളോ വീഡിയോകളെ ഒക്കെ ആവും അതിൽ തുടക്കം മുതൽ കുറേ ഭാഗങ്ങളിലൊക്കെ. ആയതിൽ ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. കാണാത്തവർ അതെല്ലാം എടുത്ത് കാണണം എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പറഞ്ഞു വെച്ചതിലേക്ക് കടക്കാം. ഒരു മണ്ഡലകാലം എന്നാൽ സൂര്യവർഷക്കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ 365 ദിവസമായിട്ടും ചാന്ദ്രവർഷം 324 ദിവസമുള്ള ഒരു വർഷമായിട്ടും കണക്കാക്കും. ഇതിൽ അന്തരംഗം ഉള്ളത് 41 ദിവസത്തിൻ്റെ ഒരു കുറവ് ഇങ്ങനെ വരുമ്പോൾ ആയതിൽ കണ്ടുവരുന്നു. ആ ഒരു ദിനത്തെയാണ് നമ്മൾ മണ്ഡലകാലം എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുന്നത്. അപ്രകാരം മണ്ഡലകാലം എന്നുള്ളത് വൃശ്ചികത്തിൽ 1 മുതൽ തുടങ്ങി ധനു 11 വരേക്കോ, അല്ലെങ്കിൽ വൃശ്ചിക മാസം 31 ഉണ്ടെങ്കിൽ ധനു 10 വരേക്കും, അല്ലെങ്കിൽ വൃശ്ചികം 30 ആണെങ്കിൽ ധനു 11 വരേക്കും, അങ്ങനെ 41 ദിവസമാണ് ആചരണം നടത്തി വരുന്നതും. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ളൊരു 41 ദിവസത്തെ വ്രതം എടുത്തു കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ധാരണയുണ്ട്, മണ്ഡലകാലം എന്നാൽ വൃശ്ചികം 1 മുതൽ ധനു 11 കൂടുന്ന ഒരു സമയം കാലഘട്ടമാണ്. അല്ലാത്തതുള്ള മാസങ്ങളോ വർഷങ്ങളിലോ ഇപ്രകാരമുള്ളൊരു വിശേഷണമായിട്ടുള്ളത് ഒരു മണ്ഡലകാലം വേറെ ഇല്ല. അത് വൃശ്ചികം 1 മുതലും ധനു കൂടുന്ന സമയത്തുള്ള 41 ദിവസമാണെന്നും പലരുടെയും ഉള്ളിൽ നിലകൊള്ളുന്നു. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളും എല്ലാം ഇന്ന് വരെ എത്തിയിട്ടുള്ളതും ഒരു മതഗ്രന്ഥത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള വേദങ്ങളുടെയോ പിൻബലത്തിലല്ല. ഒന്നും അറിയാതെ ഗ്രന്ഥങ്ങളോ മറ്റുള്ളതോ കാണാതെ കണ്ട് ഇത്രയും കാലം വളർന്നു വന്നിട്ടും ഞാൻ ഗ്രന്ഥങ്ങളിൽ നിന്നോ വേദങ്ങളിൽ നിന്നോ പഠിക്കുവാനുള്ള സാഹചര്യം കിട്ടാത്തത് കൊണ്ട് ആയതിലൂടെയുള്ള അറിവില്ലായ്മ എന്നിൽ പൂർണ്ണമായും നിലകൊള്ളുന്നുണ്ട്. അപ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ആയതിനോട് ഉപമിച്ചുകൊണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ
പൊറുക്കണം, മാപ്പാക്കണം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് അറിവില്ല എന്നുള്ളതൊരു തെറ്റല്ല, അവർക്ക് അറിയുവാനായിക്കൊണ്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ വളർന്നു വന്നതുപോലെയാണ് പലരും വളർന്നു വരുന്നതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും പോകുന്നതും വരുന്നതുമെല്ലാം ഈ അറിവില്ലായ്മ നിലകൊള്ളുന്ന സാഹചര്യം കൊണ്ട് തന്നെയാണ് പോകുന്നതും വരുന്നതും ഇരിക്കുന്നതും. ഇത് ഒരു പറയുകയാണെങ്കിൽ കണക്കില്ലാത്തത്രത്തോളം ആളുകൾ ഇപ്രകാരമുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഞാൻ എന്തെങ്കിലും ഈ വീഡിയോകളിലൂടെ മുൻപ് ചെയ്തതിലൂടെയും ഇതിലൂടെയും വിവരിക്കുന്നത് എന്നെപ്പോലെ ഒന്നും അറിയാതെ വളർന്ന് ഒന്നും അറിയാതെ കണ്ട് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നെപ്പോലെ വിദ്യാഭ്യാസമില്ലാത്തവരും യാതൊന്നും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഒരുപാടുണ്ടെന്നും എനിക്കറിയാം. കാരണം ഞാനും ഒരു കാലത്ത് അപ്രകാരമുള്ള അന്ധവിശ്വാസങ്ങളിലും അപ്രകാരമുള്ള വാക്കുകളിലൊക്കെ വിശ്വസിച്ചു വന്നിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ഗുണമായത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, ചെയ്യുന്നതെല്ലാം ശരിയാണെങ്കിൽ സ്വീകരിക്കണം, അല്ല ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ പൊറുക്കണം. മാത്രവുമല്ല ഇനി നേരാംവണ്ണം എപ്രകാരം ചെയ്യണം, ആയത് അറിയിച്ചു തരികയും വേണം എന്ന് ഞാൻ നിരന്തരം പറഞ്ഞതിൻ്റെ ഭാഗമായി ഗ്രന്ഥങ്ങളിൽ നിന്നോ ഒരാളുടെ ഉപദേശപ്രകാരമല്ലാതെ തന്നെ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില വിവരണങ്ങളും ചില അനുഭവങ്ങളിലൂടെ ചില കാഴ്ചകളും കാണാനും അനുഭൂതികളും ആനന്ദപരമായിട്ടുള്ള അവസ്ഥകളും എന്നിലൂടെ വന്നു പോവുകയുണ്ടായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകളും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളും. എങ്കിലും പറഞ്ഞു വരുന്നു, ശബരിമലയുമായിട്ട് മാത്രമല്ല ഈ മണ്ഡലകാലം ഇപ്പറഞ്ഞ പ്രകാരം കണക്കാക്കുന്നത്. 41 ദിവസം ഏത് വർഷത്തിലും ഏത് മാസത്തിലും നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അതെപ്പോഴും നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ 2 മാസത്തിലേക്കായി കടക്കും എന്ന് മാത്രം. നമ്മളൊരു മലയാള മാസം 1-ാം തീയതി മുതൽ ഈ വ്രതം അനുഷ്ഠിച്ച് തുടങ്ങിയാൽ അടുത്ത മാസം 10-ഓ 11-ഓ എന്നുള്ള അവസ്ഥയിലേക്ക് അടുത്ത മാസത്തിലെയും ദിവസങ്ങൾ കണക്കൂട്ടേണ്ടതായിട്ട് വരും, എടുക്കേണ്ടതായിട്ട് വരും. അതല്ല 15-ൽ ആണ് നമ്മൾ 15-ാം തീയതിയാണ് വ്രതം എടുക്കുന്നതെങ്കിൽ മറ്റേ മാസത്തിലെ ബാക്കിയുള്ള ദിനങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനെ 41 ദിവസം അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് മണ്ഡലകാലം എന്ന് പറയുന്നതും വിശേഷിപ്പിക്കുന്നതും. ശബരിമലയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിട്ടകളും വട്ടങ്ങളും എൻ്റെ എളിയ അറിവിലൂടെ ഞാൻ വിവരിക്കുവാനായിക്കൊണ്ടും ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കണം. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കുഞ്ഞുനാളിൽ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. അന്നൊന്നും 18-ാം പടി സ്വർണത്തിൻ കൊണ്ട് കെട്ടുകയോ ശ്രീകോവിലിൻ്റെ പുറം ഭാഗങ്ങളൊന്നും സ്വർണം കൊണ്ട് പൊതിയുകയോ കള്ളന്മാർ കടിച്ചുകൊണ്ട് പോകാത്തക്ക രീതിയിലുള്ള കള്ളന്മാരായിട്ടുള്ള കുള്ളന്മാരും ഭരണാധികാരികൾക്കും അടിച്ചുകൊണ്ട് പോകുവാൻ പറ്റുന്ന രീതിയിലുള്ള സ്വർണ്ണപ്പാളികളോ അന്ന് പൊതിഞ്ഞിട്ടില്ല. ആയത് പിന്നീടുള്ള സമയങ്ങളിലാണ് ഇതെല്ലാം ഒരുക്കങ്ങളും ചമയങ്ങളും വർണ്ണങ്ങളൊക്കെ ആയി വന്നിട്ടുള്ളത്. അത് കാര്യപ്രാപ്തി ഉള്ളവർക്കായിക്കൊണ്ട് അയ്യപ്പൻ എന്താണെന്നറിയാത്ത ആളുകൾക്ക് അടിച്ചുകൊണ്ട് പോകാനായിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ളതാണെന്ന് ഇപ്പോൾ പലതും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. എന്നെപ്പോലെ ഇപ്രകാരം പലർക്കും തോന്നുന്നു. ഇത് കൊണ്ടുപോകുന്നത് ആരും ഏവരും ഇല്ലാത്തവരോ എട്ടും പൊട്ടും തിരിയാത്ത ഭക്തരോ അല്ല. എല്ലാം തികഞ്ഞിരിക്കുന്നവരാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നതെന്നും ഇതെല്ലാം അടിച്ചു മാറ്റുന്നതെന്നും എന്നെപ്പോലുള്ള പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള മണ്ണിൽ പണിയെടുക്കുന്നവർ ഒരുപാട് മനസ്സിലാക്കുന്നവർ ലോകത്തിലുണ്ട്. അവരൊന്നും മിണ്ടാതിരിക്കുന്നു. മിണ്ടിയിട്ടെന്ത് കാര്യം? അതിനും നല്ലത് അവനവൻ്റെ പണി നോക്കി പോകുകയല്ലേ എന്ന് വിചാരിക്കുന്നവരാണ് എന്നെപ്പോലെയുള്ളവർ പലരും. അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നക്കാരോ പ്രശ്നങ്ങൾക്ക് പോകുന്നവരോ ഏതെങ്കിലും പാർട്ടിക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ മതങ്ങളുടെ എതിരെ തിരിയുന്നവരോ അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കർത്തവ്യം തന്നെ ഒരുപാട് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആയതിലൂടെ അവർ സഞ്ചരിക്കുന്നു.
അവരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തിരഞ്ഞു നോക്കിയാൽ കാണാനായിക്കൊണ്ട് കഴിയില്ല. കാരണം അവരൊന്നിലും ഏതിലും പെടാതെ കണ്ട് അവരവരുടേതായിട്ടുള്ളൊരു ജീവിത മാർഗവുമായി അവരുടെ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട്, എങ്കിൽ അവർ പലരുടെയും കാര്യം അറിഞ്ഞുകൊണ്ടും അതെല്ലാം ഉള്ളിലിട്ടുകൊണ്ട് കൂട്ടിയും കുണിച്ചുകൊണ്ടും അവർ കുറച്ച് സമയമെങ്കിലും ആയതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിഷമം കൊള്ളുകയോ ദുഃഖം കൊള്ളുകയോ ഒക്കെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊള്ളുന്നു. ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഇപ്രകാരമുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടും ഇതിനൊക്കെ എന്താണൊരു പ്രതിവിധി അയ്യപ്പ എന്ന് ചോദിച്ചുകൊണ്ടും ഇങ്ങനെ അവനവൻ്റെ ഉള്ള അയ്യപ്പനോടായി ചോദിച്ചുകൊണ്ട് പല അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെന്നറിയണം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമാസകലം അയ്യപ്പനെ അറിയുന്നവരിൽ പലരിലും ഇപ്രകാരമുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആയവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങളാരും ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കൊണ്ടാടുന്നവരും ഇതിൽ കണ്ടു തുള്ളുന്നവരും ഇതിൽ കണ്ട് ജീവിക്കുന്നതും ഉല്ലസിക്കുന്നവരൊക്കെ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇതെന്തിനാണോ കൊണ്ടുപോയിട്ടുള്ളത് അതിൻ്റെ 100 മടങ്ങ് തിരിച്ചേൽപ്പിച്ചിട്ട് അയ്യപ്പൻ അവരൊക്കെ വിടുകയുള്ളെന്നും കൂടി ഉള്ളൊരു സന്തോഷം നിങ്ങളറിഞ്ഞു നിങ്ങൾ സമാശ്വസിക്കുക. കാരണം അപ്രകാരമുള്ള ഓരോരോ വിഷയങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നതും. അതിപവിത്രമായിട്ടുള്ള ശബരിമലയിൽ ഹൈന്ദവ ആചാരപ്രകാരം ഹൈന്ദവൻ്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രകാശത്തെ ഉദ്ധരിക്കുവാനായിക്കൊണ്ട് ആചാര്യന്മാർ വർണ്ണിച്ചിട്ടുള്ള കണക്കാക്കപ്പെട്ടിട്ടുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടുത്തെ ആചരണങ്ങളെ തകിടം മറിച്ചവരാണ് ഭരണാധികാരികൾ പലരും. അവരൊന്നും അറിയാത്തവരല്ല, അറിവുള്ളവർ തന്നെയാണ്. എങ്കിലും അറിവില്ല എന്ന് നടിക്കുന്ന ഞങ്ങളാരും ഈശ്വര വിശ്വാസികളല്ല. ഈശ്വര വിശ്വാസികളോടിട്ട് ഞങ്ങൾക്കൊരു കൂറുമില്ല. എങ്കിൽ ഇവരെന്തിനാ അവിടെ അപ്രകാരമുള്ള ഈ ധ്വംസനം നടത്തി ഈ ഹിംസ നടത്തിയത്? ആർക്കു വേണ്ടിയാണ്? അതിപവിത്രമായി മനുഷ്യനെ ഏറ്റവും മനസ്സിനുതകുന്ന ഭക്തിക്കുതകുന്ന മാർഗത്തിലൂടെ ആചാര്യന്മാർ വിശേഷിക്കപ്പെട്ട സ്ഥലമാണ് ശബരിമല. അവിടെ തകർത്തെറിഞ്ഞ പറയുന്നു, അവിടേക്ക് തകർത്തില്ലേ ഭരണാധികാരികൾ? ചോദിക്കാൻ നമുക്ക് കഴിവുണ്ടോ? ചോദിക്കാൻ പോയവരെ അടിച്ചമർത്തുവാനുള്ളൊരു പ്രവണത ആയവരിൽ നിന്നുണ്ടായില്ലേ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പോലും അവർ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ശബരിമലയിൽ ആചരണങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തന്ത്രിമുഖ്യന്മാരും ഇതിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുമാണ്. ഒരുപാട് നന്മയുള്ളൊരു ആചരണ രീതി. അവിടെ കൗമാരക്കാരായിട്ടുള്ള സ്ത്രീകൾ പോകുന്നത് തെറ്റ് തന്നെയാണ്. അത് ഭക്തിക്ക് ഉതകുന്നതല്ല. അപ്രകാരമുള്ള ആചരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഇസ്ലാം സഹോദരങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള അവർ നമസ്കരിക്കുന്ന ദേവാലയങ്ങളിലേക്കോ പള്ളികളിലേക്കോ സ്ത്രീകൾ പോവാറില്ല. ഇനി പോവാറുണ്ടെങ്കിലും അവർ ചില പള്ളികളിൽ അവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കായിട്ട് നിസ്കരിക്കുവാനും പോയി വരുവാനും അവരുടെ വസ്ത്ര രീതിയിലും എല്ലാമുള്ള ഒരു ഒതുക്കവും അടക്കവും ചിട്ടയും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേറെ ഒരു ആചരിക്കുവാനുള്ളതായിട്ടുള്ള സൗകര്യങ്ങളും മറ്റുള്ളവർക്ക് വേറെ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്രകാരം അവർ ചെയ്തു പോരുന്നത്. അവിടെ എന്താണ് ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇപ്രകാരമുള്ള സ്ത്രീകളെ കയറ്റണം എന്നല്ലെങ്കിൽ അവിടെ ഇവരെ കൂട്ടിച്ചേർക്കണമെന്നെന്ത് ഭരണാധികാരികൾ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ പിറ്റേ ദിവസം കഴുത്തിൽ തലയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ട് വരും. കാരണം അത്രത്തോളം മഹത്വത്തോടു കൂടിയാണ് അവരപ്രകാരമുള്ള കർമ്മങ്ങളെയും ആചരണങ്ങളെയും കണ്ടുവരുന്നത്. പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ എല്ലാ മതത്തിൽപ്പെട്ടവരുടെ ഉള്ളിലും സംസ്കാരത്തിൽപ്പെട്ടവരുടെ ഉള്ളിലും ആചരണത്തിനും എല്ലാ രീതിയിലുമുണ്ട്. പക്ഷേ നമ്മൾ നല്ലതിനെ നല്ലതായി തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിനും കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള രീതിയോ മാർഗമോ അല്ല, അതൊരു മനുഷ്യന് ചേർന്നതുമല്ല. ആയതുകൊണ്ട് നല്ലത് നമ്മൾ അനുസരിക്കുകയും നല്ലത് തന്നെയെന്ന് നമ്മൾ പറയുകയും വേണ്ടതാകുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ആരെയും വെല്ലുവിളിക്കുകയല്ല.
ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചരണ രീതികളും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ എന്തെല്ലാം തരത്തിലുള്ള കർമ്മങ്ങളാണോ ആഘോഷങ്ങളാണോ വേണ്ടതെന്നെല്ലാം തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും തന്ത്രി എന്നുള്ള ആ ദേവൻ്റെ അച്ഛനായി തീരുന്ന ആ ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ്. അദ്ദേഹം പഠിച്ചെടുത്തതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് ആയതിലൂടെ പ്രതിഷ്ഠയ്ക്ക് ജീവനും പ്രാണനും എല്ലാം നൽകിക്കൊണ്ടാണ് ആ പ്രതിഷ്ഠയെ അവിടെ ആചാരപൂർവം അനുഷ്ഠിച്ചു വരുന്നത്. അതിനെയാണ് തുരങ്കം വെച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിലുള്ള രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അത്യുന്നത പദവിയിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ന്യായ സംവിധാനത്തെ നമ്മുടെ കേരളത്തിലുള്ളതായിട്ടുള്ള അറിവില്ലാത്തവരായി നടിക്കുന്ന അറിവുള്ളവരായിക്കൊണ്ട് ആർക്കൊക്കെ വേണ്ടി ചെയ്ത് കാട്ടിക്കൂട്ടിയ ധ്വംസനവും അധർമ്മവും അനീതിയും അസത്യവുമാണ്. ഇതൊരുപാട് വിളിച്ചു പറയുവാനായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതെല്ലാം അവരാണ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം അവരുടെ മുമ്പിൽ അവരുടെ തൃപാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇത് നമ്മളെ ഭരിക്കുകയല്ല, നമ്മളെ മരിപ്പിക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ മരിപ്പിക്കുകയാണ് ഇതിലൂടെ നമ്മുടെ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഈ അഹന്ത അവസാനിപ്പിച്ചില്ല എങ്കിൽ നാളെ ഇതിന് മറുപടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഓർത്തിരുന്നോളും ഏവരും. ചെയ്തവരോടാണ് പറയുന്നത്, തെറ്റ് ചെയ്തവരോടാണ് പറയുന്നത്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഭരണാധികാരികളും ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരും നാട്ടിലുണ്ട്. അവരെ ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളും ശ്ലാഘനീയം തന്നെ. എങ്കിലും പറയേണ്ടത് പറയണം. പറയുമ്പോഴാണ് നമുക്ക് പറയാനായി തോന്നുന്നത്. മിണ്ടാതിരുന്നാൽ പിന്നെ നമുക്കൊന്നും മിണ്ടാനായിക്കൊണ്ട് സാധിക്കുകയുമില്ല. ഇതുകൊണ്ട് വൈകാരികമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. പറയിപ്പിക്കുവാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് പറയുന്നത്. ഇല്ലാത്തത് നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാക്കുവാനായി സാധ്യമല്ല. ഇവിടെ ഉള്ളതെല്ലാം ഉണ്ടായതാണ്, നമ്മളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ നശിപ്പിക്കുവാനായിക്കൊണ്ട് ശ്രമിക്കുമ്പോഴാണ് അത് നശിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇല്ലാത്തത് പറയുവാനായിക്കൊണ്ട് നമുക്ക് കഴിയില്ല. കാരണം ഇല്ലാത്തതിനെ നമ്മൾ എവിടെ നിന്നെടുത്ത് പറയും. ആയതുകൊണ്ട് പറയുന്നത് സത്യവും ധർമ്മവുമാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളണം. എങ്കിലും പറയുന്നു, ശബരിമലയുടെ പവിത്രത നശിപ്പിച്ച ഭരണാധികാരികൾ ഉള്ളൊരു നാട്ടിലാണ് ഞാനും എന്നെപ്പോലുള്ള അറിവില്ലാത്തവരും അറിഞ്ഞവരോ അറിയാത്തവരോ ജീവിക്കുന്നത്. ഇത് എത്ര കാലം ഇങ്ങനെ ജീവിക്കും എന്നാർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും അയ്യപ്പൻ തന്ന, അല്ലെങ്കിൽ ദേവി തന്ന, അല്ലെങ്കിൽ ഈശ്വരൻ തന്ന ആ ആയുസ് വരേക്കും സമാധാനത്തോടു കൂടിയും ശാന്തിയോടു കൂടിയും സത്യധർമാദികളോടു കൂടിയും ജീവിക്കണമെന്നും പോകുന്ന സമയവും അപ്രകാരം പോകണമെന്നുമുള്ള ഒരു എന്താ പറയേണ്ടെന്നറിഞ്ഞില്ല. എങ്കിലും പ്രകാരം പോകണം എന്ന് വിചാരിക്കുന്നു. പ്രകാരമാണോ പോകുന്നത്, അതോ ഇവിടെ ഭരിക്കുന്നവരുടെ ചില പ്രഹസനപരമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ജനങ്ങൾ ഇളകി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തോക്കുമന കൊണ്ട് കുത്തുകയോ വെക്കുകയോ ചെയ്തുകൊണ്ടാണോ പോകുന്നതെന്ന് അറിഞ്ഞൂടെ. കാരണം സർക്കാർ ഇനി അതും ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകില്ല എന്നുള്ളത് ആര് കണ്ടു? കാരണം ഈശ്വരനെ സൃഷ്ടിച്ചത് സർക്കാരുകളോ ഉദ്യോഗസ്ഥന്മാരോ അല്ല. ഈശ്വരനെ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ എന്നുള്ള തത്വത്തിൽ നിലകൊണ്ടുകൊണ്ട് അവൻ്റെ മനുഷ്യനാണെന്നുള്ള തിരിച്ചറിഞ്ഞ് ബോധത്തോടു കൂടി ജനിച്ചിട്ടുള്ളവരും ജീവിച്ചിട്ടുള്ളവരുമാണ് ഈശ്വരാംശമെന്ന ആ തലത്തെ വന്ദിക്കുവാനും ആചരിക്കുവാനുള്ള കലകളെ സൃഷ്ടിക്കപ്പെടുത്തിയിട്ടുള്ളത്. അവർക്കത് അത് പ്രകാരമുള്ള വർണ്ണനകളും സമയങ്ങളും അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് തുരങ്കം വെച്ചിട്ടുള്ളത്. ഇനി എവിടേക്കാണോ തുരങ്കം വയ്ക്കുന്നത് ഇന്നും ആലോചന ഇല്ലാഞ്ഞില്ല. എവിടേക്കാണോ തനിക്ക് വാരിയെടുക്കുവാനായി കൊണ്ട് കോപ്പ് കൂട്ടിയിട്ടുള്ളത് അതെല്ലാം പോകുന്നതിന് മുമ്പ്, ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം വാരി കൈക്കലാക്കണം. എന്നിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ദേവനെ അറിയാത്ത ദേവസ്വം ബോർഡും തന്ത്രിയെ അറിയാത്ത മന്ത്രിമാരും ഉള്ളതാണ് നമ്മുടെ ഭരണകൂടവും ഭരണ സംവിധാനമെന്ന് ഏവരും അറിയണം. എന്താണ് തന്ത്രി, എന്താണ് മന്ത്രി എന്ന് പോലും ആർക്കും അറിയാത്തതായിട്ടുള്ള ചിലരും ഉണ്ട് ഇവിടെ. ഇപ്രകാരം പോകുന്നു വാക്കുകളും വാചകങ്ങളും. പറയുമ്പോൾ പറയണം എന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു. ഉള്ളതാണ് പറയുന്നതെന്നും കൂടി ഉള്ളതുകൊണ്ട് സന്തോഷം ആയതിലും ആനന്ദം കാണുന്നു. അയ്യപ്പനെ നമ്മൾ എല്ലാവരും
അയ്യപ്പനെ ആരാധിക്കുന്നതോട് കൂടി ഒരു മണ്ഡലകാലം വ്രതം 41 ദിവസം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളം തെളിയുന്നു. ഉള്ളം തെളിഞ്ഞ് നമ്മൾ ഭക്ഷണ രീതിയിലും നമ്മുടെ അനുഷ്ഠാന രീതിയിലും നമ്മുടെ ജീവിതചര്യയിലും നമ്മൾ ബ്രഹ്മനിഷ്ഠ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ബ്രഹ്മനിഷ്ഠ? ബ്രഹ്മനിഷ്ഠ ശുദ്ധമായി ചെയ്യുകയാണെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ പോകുവാൻ പാടുള്ളതല്ല. അപ്രകാരമുള്ള ദിനങ്ങളിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വേറിട്ട് കിടക്കേണ്ടതും വേറിട്ടൊരു റൂമിൽ കിടക്കേണ്ടതും അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ആണെങ്കിലും മാളികപ്പുറത്ത് അമ്മയാണ് തൻ്റെ ഭാര്യയെന്ന് കരുതിക്കൊണ്ട് അയ്യപ്പനായിട്ടുള്ള മകനാണ് ഞാനും എന്നുള്ള തരത്തിൽ അവർ ഒരു റൂമിൽ കിടന്നാലും യാതൊരു തരത്തിലുള്ള വിഷമവും പ്രയാസങ്ങളും ഇല്ലാതെ തന്നെ ഭക്തനും ദേവിയായി കണ്ട് കഴിയുന്ന രീതിയിലൂടെ അവർക്കൊരു റൂമിൽ കിടന്നാലും അവിടെ അയ്യപ്പൻ പ്രസാദിക്കുന്നതായിട്ട് കാണാം, മനസ്സിലാക്കാം. അയ്യപ്പൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എവിടെല്ലാം ആരെല്ലാം നിൽക്കുന്നു അവരെല്ലാം അയ്യപ്പൻ പ്രസാദിക്കുന്നു, അവരറിഞ്ഞോ അറിയാതെയോ. എങ്കിലും പലരും അയ്യപ്പനാണ് അല്ലെങ്കിൽ മലയ്ക്ക് പോകുന്നവനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എല്ലാ വർഷവും അവൻ പോകുവാൻ വേണ്ടി തയ്യാറാകുന്നു. പക്ഷേ അവരുടെ ഇടയിലുള്ള വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇത്തരം ദിനങ്ങൾ ഉണ്ടോ എന്ന് സംശയപരമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ പോകേണ്ട ഏതൊരുവനും പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 41 ദിവസം കൃത്യമായിട്ട് അവൻ വ്രതം എടുത്തതിന് ശേഷം മാത്രമേ ശബരിമലയ്ക്ക് പോകാൻ പാടുള്ളൂ. ചിലർ വ്രതം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞാൽ തന്നെ ശബരിമലയ്ക്ക് പുറപ്പെടുന്നു. പിന്നീട് അവർ ശബരിമലേൻ്റെ സീസൺ കഴിഞ്ഞാൽ അത്രയും സമയം അവർ മാല ഊരാതെ കണ്ട് നടക്കുന്നു. ചിലർ മാല ഊരിയാലും ഈ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ആയതിൽ നമുക്ക് ഇതിനോട് യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നവർ എടുക്കുന്നതിൽ അവർക്ക് ഗുണം കാണുന്നുണ്ടെങ്കിൽ ആയതും ആവാം. എങ്കിലും 41 ദിവസം ഇപ്രകാരം ഭക്ഷണ രീതിയിലും നമ്മൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങളിലും ചര്യയിലും നിഷ്ഠയിലും ഇപ്രകാരമുള്ള ഭക്തിയും എല്ലാം വേണ്ടതാകുന്നു. എങ്കിലും പറയുന്നു, നമ്മൾ ഓരോരുത്തരും ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാമജപ ഭജനങ്ങൾ മാത്രം പോരാ. അയ്യപ്പനെ പ്രീതിപ്പെടുത്തുവാനായിക്കൊണ്ടുള്ള ക്ഷേത്ര ദർശനമോ ആരാധനകളോ അല്ലെങ്കിൽ അയ്യപ്പൻ പാട്ടോ അയ്യപ്പൻ വിളക്കുവോ ഇതൊക്കെ കഴിക്കുക മാത്രമല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ദാനധർമാദികൾ ചെയ്യേണ്ടതും ഉണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആരും കരുതേണ്ടതില്ല 10,000 ചെലവാക്കിക്കൊണ്ട് അന്നദാനങ്ങളോ മറ്റോ ചെയ്യണം എന്നുള്ളതല്ല. ഒരു സാധാരണ പണിക്കാരനാണെങ്കിൽ അവൻ ഒരു അയ്യപ്പൻ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 2 ആൾക്കോ 3 ആൾക്കുള്ള ഭക്ഷണത്തിനായി കൊണ്ടുള്ള പണം ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിനോ അല്ലെങ്കിൽ പ്രകാരമുള്ള ആളുകളുടെ വീട്ടിലോ അവരെ നേരിട്ട് കണ്ട് സമർപ്പിക്കുകയോ വേണ്ടതാകുന്നു. അതെല്ലാം അയ്യപ്പനിലേക്ക് എത്തുവാനായിക്കൊണ്ടുള്ള തൻ്റെ ഉള്ളിലുള്ള ഇരുട്ട കലുവാനായിക്കൊണ്ടുള്ള നല്ല മാർഗമായി ആയവ മാറുന്നു. മാത്രമല്ല അസുഖബാധിതരായിരിക്കുന്ന വയ്യാതെ ആയിരിക്കുന്നവർക്കായിക്കൊണ്ട് നമ്മൾ അവർക്ക് ഔഷധത്തിനോ അവർക്ക് വേണ്ടതായിട്ടുള്ള അന്നപാനീയങ്ങൾക്കോ വേണ്ടിയും നമുക്ക് ദാനധർമാദികൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ദാനധർമാദികളാണോ ഓരോന്ന് എണ്ണി പറയുക സാധ്യമല്ല. ദാനധർമാദികളെല്ലാം കൊടുക്കേണ്ടവർക്കാണ് കൊടുക്കേണ്ടത്. ആയതിലൂടെ നമുക്ക് അയ്യപ്പനിലേക്ക് എത്തുവാനായിക്കൊണ്ടുള്ള മാർഗങ്ങൾ എളുപ്പമായി തീരും എന്നും പറയുന്നു. സത്യത്തെയും ധർമ്മത്തെയും ഒരു മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ശബരിമലയ്ക്ക് പോകുവാൻ. നിരന്തരം വീട്ടിലിരുന്നു കൊണ്ട് അയ്യപ്പ എന്ന് ജപിച്ചതുകൊണ്ട് മാത്രം ആയില്ല. അവനവൻ ചെയ്യുന്ന കർത്തവ്യങ്ങൾ നിരന്തരം നിർവഹിച്ചുകൊണ്ട് വേണം ശബരിമലയ്ക്ക് പുറപ്പെടുവാൻ. അവരവരുടെ കർത്തവ്യം എന്നാൽ അവർ പണിക്ക് പോകുന്നവരാണെങ്കിൽ അവർ നിരന്തരം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ ഭക്ഷണത്തിനും മറ്റുള്ളതിനും ബുദ്ധിമുട്ടാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പോകാതിരിക്കരുത്. നിങ്ങൾ ഭക്ഷണം കിട്ടുന്നത് കഴിക്കുവാനായിക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഭക്ഷണ രീതി അവലംബിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും ആഹാരം കഴിച്ചതുകൊണ്ട് ഒന്നും നിങ്ങൾ അശുദ്ധനാകുന്നില്ല എന്നറിയണം. കാരണം നിങ്ങൾ കഴിക്കുന്ന ആഹാരം
അയ്യപ്പനെ സാക്ഷിയാക്കിക്കൊണ്ട് കഴിച്ചാൽ ആര് തരുന്നതായാലും അത് ശുദ്ധമായി തീരുന്നു. ആയതിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശരണം വിളിക്കുന്നത്. ഇത് കണ്ടുവരുന്നതും അതിനായിക്കൊണ്ടുള്ളതാണെന്ന് അറിയണം. അത് നമ്മുടെ വീട്ടിൽ ആയിരുന്നാലും പണിക്ക് പോകുന്നിടത്തായിരുന്നാലും അതെല്ലാം നല്ലത് തന്നെ, ഗുണമറ്റതാണെന്നും ദോഷമറ്റതാണെന്നും അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഗുണത്തെ ജനിപ്പിക്കുന്നു. അവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയോ മറ്റോ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ആയതിൽ നിന്നും ഒഴിവായി ആഹാരം കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ വിശ്വാസവും ഓരോരുത്തർക്ക് അവരവരുടെ മനസ്സിന് തൃപ്തി വരാതിരിക്കുന്നതായിട്ടുള്ള ആചരണങ്ങൾ നടത്തണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും എൻ്റെ അനുഭവം ഇങ്ങനെ വിളിച്ചോതുന്നു. നമ്മൾ കിട്ടുന്ന ആഹാരം ഇതൊരു അശുദ്ധി എന്നോണം നമ്മൾ കരുതി കഴിഞ്ഞാൽ ആ അശുദ്ധി പിന്നീട് നമ്മളിൽ നിന്നും വിട്ടുപോകാതെ ആയതിൽ നമ്മൾ അശുദ്ധനായി തന്നെ തുടരുന്നു. സത്യത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അന്നത്തെ ഈശ്വരനായിക്കൊണ്ട് ആര് തന്നാലും അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ അശുദ്ധനാകുന്നില്ല. കാരണം ഈ ഭക്ഷണം, അന്നം ഈശ്വരനാണ് അല്ലെങ്കിൽ അയ്യപ്പനാണ് എന്നുള്ള ആ സമയത്ത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഭക്ഷണം എന്നാൽ എന്തും കഴിക്കണം എന്നുള്ളതല്ല പറയുന്നത്. അപ്രകാരം ശബരിമലയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ മണ്ഡലകാലം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നു ആചാര്യന്മാർ പറയുന്നു. അപ്പോഴേ നമ്മുടെ ഉള്ളം തെളിയുവാനായിക്കൊണ്ടുള്ള മാർഗം ആഹാര അന്നപാനീയങ്ങളിലൂടെ നമുക്ക് സാധ്യമാക്കിയെടുക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒരു മണ്ഡലകാലം, ഒരു 41 ദിവസത്തെ വ്രതം കൊണ്ട് നമുക്ക് അയ്യപ്പനായി മാറാമെന്ന് ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നു. കാരണം ആയുർവേദ ശാസ്ത്രം പോലും പറയുന്നു, 41 ദിവസം കൂടുന്ന നമ്മൾ അനുഷ്ഠിക്കുന്ന അന്നപാനീയങ്ങളിലൊക്കെ വരുത്തിയുന്ന മാറ്റങ്ങൾ കൊണ്ട് നല്ലതായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ 41 ദിവസം കൊണ്ടാണ് നമ്മൾ ശുദ്ധരാകുന്നു എന്ന് ആയുർവേദ ആചാര്യന്മാർ പറയുമ്പോൾ ഈ ശുദ്ധരാകുന്നതിന് മുമ്പ് വ്രതം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ശബരിമലയ്ക്ക് പോകുന്നവർ ഓർക്കണം. അപ്രകാരമാകുമ്പോൾ താൻ പോകുന്നത് ശരീരശുദ്ധി വേണ്ട പ്രകാരം വരുത്താതെയല്ലേ എന്ന് ചിന്തിക്കണം ഏവരും. അപ്രകാരം അറിഞ്ഞ് പോകണം ഏവരും. വൃശ്ചിക മാസം 1 മുതൽ തന്നെ ശബരിമലയിൽ ഇഷ്ടംപോലെ അയ്യപ്പന്മാർ എത്തുന്നു. അവരെല്ലാം മുൻകൂട്ടിയിട്ടുള്ള ദിനം കണക്കാക്കിക്കൊണ്ട് മണ്ഡലം 41 അനുഷ്ഠിച്ചിട്ട് വേണം പോവാൻ. എന്നാൽ മണ്ഡലം മാസം എന്ന് പറയുന്ന നമ്മൾ ആചരിച്ചു വരുന്ന ശബരിമലയിലെ വൃശ്ചിക മാസം 1-ാം തീയതി മുതലുള്ള ശബരിമലയ്ക്ക് പോകുന്നവർ ആദ്യം തന്നെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന ആ സമയത്ത് മണ്ഡലം 41 പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം പോകുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം. ആയതുപോലെ തന്നെ അങ്ങനെ പോകുന്നവർ അതിനു മുമ്പേ തന്നെ മണ്ഡലം 41 പിടിക്കേണ്ടതായിട്ട് ഉണ്ട് പറയുന്നു. ഇപ്രകാരം എല്ലാം പറഞ്ഞാലും ശബരിമലയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങൾ എല്ലാം മുമ്പത്തെ പോലെ ഗുണമുള്ളതല്ല. അതൊരുപാട് ഗുണം ഇല്ലാത്തതായി മാറിയിരിക്കുന്നു. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ കൂടെ പോയ സമയത്ത് അവിടുത്തെ അരവണ പ്രസാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രുചി മാത്രമല്ല, അത് മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും ഒരുപാട് ഗുണം ചെയ്യുന്നത് എന്ന് ഉള്ള ഒരു അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ. കുഞ്ഞായിരുന്നാലും അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള മറ്റു പലഹാരങ്ങൾ കഴിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയല്ല അപ്പോൾ അത് കിട്ടുന്നത്. അതൊരുപാട് ഗുണമറ്റതും ആനന്ദപരമായിട്ടുള്ളൊരവസ്ഥയും നമുക്കത് കഴിക്കുമ്പോൾ നമ്മളിൽ വന്നിട്ടുണ്ട്, ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു കച്ചവടമാക്കി മാറ്റി കച്ചവടക്കാർക്ക് അത് കോൺട്രാക്ടർ അടിസ്ഥാനത്തിൽ അതെല്ലാം കൊടുത്ത് വിറ്റഴിച്ചു കൊണ്ട് ലാഭപ്രതീക്ഷയോട് കൂടി നാം പറഞ്ഞില്ലേ, ദേവനെ അറിയാത്ത ദേവസ്വം ബോർഡും തന്ത്രിയെ അറിയാത്ത മന്ത്രിയും എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഇവരുടെ കാട്ടിക്കൂട്ടലാണ്. ഗവൺമെൻറ്റിന് ആർക്കൊക്കെയാണോ ഇതിൽ നിന്നും ഗുണം കിട്ടുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഉദ്യോഗസ്ഥർക്കുണ്ടാവാം, അവിടുത്തെ ജോലിക്കാർക്കുണ്ടാവാം, എന്നാൽ ഇതൊന്നും ഇല്ലാത്തവരുണ്ടാവാം. അയ്യപ്പനെ വിശ്വസിക്കുന്നവർ ഇതിലൊന്നും കൈപ്പറ്റുന്നതല്ല, വാങ്ങുന്നതല്ല. പക്ഷേ അയ്യപ്പനെ കാണാത്തവർ ഇതെല്ലാം കണ്ടുകൊണ്ടും വാങ്ങിക്കൊണ്ടും പറയുമ്പോൾ വിഷമമുണ്ട്. പറയാതിരിക്കാനായിക്കൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കാം. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇപ്രകാരമുള്ള നടപടികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് അവനവൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ നല്ലതായാൽ അവനവന് ഒരുപാട് ഗുണമുണ്ടാകും എന്നറിയണം, തിരിച്ചറിയണം. അയ്യപ്പന് വേണ്ടി
ആണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആ കാലത്തെങ്കിലും നിങ്ങൾ ഓർക്കണം. ആ കാലത്തെ ഓർത്ത് നിങ്ങൾ അയ്യപ്പനിലേക്ക് പോയാൽ നിങ്ങൾ അയ്യപ്പനിൽ നിന്ന് പിന്നീട് നിങ്ങൾ മടങ്ങരുത്. നിങ്ങൾ എന്നും അയ്യപ്പനായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. സാഹോദര്യ ബന്ധ സ്നേഹവും പുലർത്തിക്കൊണ്ട് ജാതി മത വർഗ വിവേചനം കൂടാതെ കണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും ജീവിക്കണം. ഒരു മനുഷ്യനായി തീരുമ്പോൾ അവനിലേക്ക് തന്നെ തിരിഞ്ഞ് അവനൊരു മനുഷ്യനാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഈ നാട്ടിലുള്ളതെല്ലാം അവൻ്റെതാണെന്ന് തോന്നുന്നു. കാരണം അവൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ തന്നെയാണ് ഈ ലോകമെന്നും. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ രാഷ്ട്രത്തിലാണെങ്കിലും അവകാശമുള്ളവരല്ലേ, ഒരു പൗരൻ എന്ന നിലയിൽ. അപ്പോൾ അവൻ്റേതാണ് ഈ മാതൃപരമായിട്ടുള്ള രാജ്യം. ഞാൻ പറയുന്നു, ഈ മാതൃപരമായിട്ടുള്ള രാജ്യമല്ല ഭൂഖണ്ഡത്തിൽ ജീവികളും മനുഷ്യരും എവിടെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റേതാണ്. ഞാനും ഈ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ഒരുത്തനായതുകൊണ്ട് എല്ലാം എനിക്കും അവകാശപ്പെട്ടതാണെന്ന് ഞാനും പറയുന്നു. മറ്റുള്ളവരോടും നമ്മളെ അറിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ അറിയുന്നു. കാരണം നമ്മളിലുള്ള വേദനയാണ് മറ്റുള്ളവരിലും ഉണ്ടാകുന്നതെന്ന് അറിയുന്നു. അവരുടെ വേദന പിന്നീട് നമ്മളുടെ വേദനയായി മാറുന്നു. മനുഷ്യനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെയല്ല അറിയുന്നത്, മറ്റുള്ളവരിലൂടെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് വേദന വരുമ്പോൾ നമ്മളുടെ ഉള്ളം വേദനിക്കുന്നു. അവർക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളം വേദനിക്കുന്നു. അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോഴും വിഷമിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളം വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനിലേക്ക് തിരിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. ഈ പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം എന്താണെന്നും ഈ കാണുന്നതെല്ലാം എന്താണെന്നും നമ്മൾ അനുഭവത്തിലൂടെ അറിഞ്ഞു പഠിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നത് കൊണ്ടാണ് പലതും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾ നല്ല ഭരണകർത്താക്കളായി മാറണം, നല്ല ഉദ്യോഗസ്ഥന്മാരായി മാറണം, നല്ല ദേവസ്വം ബോർഡ് ഭരിക്കുന്ന, നല്ല ഈശ്വരനെ ഭജിക്കുന്ന, അയ്യപ്പനെ ഭരിക്കുന്ന നല്ല അയ്യപ്പൻ്റെ മുമ്പിൽ നിങ്ങൾ ആരുമല്ല. കാരണം അയ്യപ്പനാണ് അവിടെ നേതാവായി അറിയപ്പെടേണ്ടത്. പക്ഷേ നിങ്ങൾ അയ്യപ്പനിലും വലിയ നേതാക്കന്മാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും തെറ്റ് പറ്റിയിട്ടുള്ളത്. അയ്യപ്പനിലേക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹവചസ്സുകളോട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പദവിയും നിങ്ങളുടെ അഹങ്കാരവും എല്ലാം അയ്യപ്പൻ്റെ മുമ്പിൽ അടിയറ വെച്ചിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഞാനൊരു മന്ത്രിയല്ല, ഞാനൊരു തന്ത്രിയല്ല, ഞാനൊന്നുമല്ല, ഞാനൊരു ഉദ്യോഗസ്ഥനല്ല, ഞാൻ അയ്യപ്പൻ്റെ ഇളിയവനാണ്. അയ്യപ്പൻ്റെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും എളിയവനാരോ ആ ആളാണ് ഞാൻ. ആയതുകൊണ്ട് അയ്യപ്പ അവിടേക്ക് വരുവാനായിക്കൊണ്ട് ഞാൻ തയ്യാറെടുക്കുന്നു. മാതൃകാപരമായിട്ടുള്ള വൃതാനുഷ്ഠാനം എടുക്കുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ. അല്ലാതെ ഞങ്ങൾ മന്ത്രിയാണ്, ഞങ്ങൾ തന്ത്രിയാണ് എന്നുള്ള ആ രീതിയിലൂടെ ആരും ശബരിമലയ്ക്ക് പോകാതിരിക്കണം. അപ്രകാരം വരുമ്പോഴാണ് ആചാര്യന്മാരും തന്ത്രിമാരും മന്ത്രിമാരും എല്ലാം കൂടിയിട്ടുള്ള ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നതായുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ജനിപ്പിക്കുവാനായിക്കൊണ്ട് ആ കൂട്ടുകെട്ട് വളരുന്നത് അപ്രകാരമാണ്. ചിന്തിക്കണം. ആ നല്ല തന്ത്രിമാരും നല്ല മന്ത്രിമാരും ഉണ്ട്, അവരെയല്ല പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരായിക്കൊണ്ട് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനം പറയാതിരിക്കണം എന്ന് ഒരപേക്ഷയോടുകൂടി ഞാൻ വയ്ക്കുന്നു. ഒരു ഉപേക്ഷ കൂടാതെ ഒരു ഉപേക്ഷ കൂടാതെ നിങ്ങൾ സ്വീകരിക്കണം. തെറ്റ് ചെയ്തിട്ടുള്ളവരെന്തെങ്കിലും ഇടപെട്ടവരും നിങ്ങളും ഒന്നും പറയാതിരിക്കണം. ഇതും ഒരു അപേക്ഷയാണ്. ഇത് ഉപേക്ഷിക്കരുത്. കാരണം ഇതിന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ വിമർശനങ്ങളോ നടത്തിയാൽ വീണ്ടും ഇപ്രകാരമുള്ള വാക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കും. എന്നിൽ നിന്ന് മാത്രമല്ല പലരും അപ്പോൾ വാക്കുകളുമായി മുന്നോട്ട് വരും. അത് ചിലപ്പോൾ താങ്ങുവാനോ നിങ്ങൾക്ക് എടുക്കുവാനോ നിങ്ങൾക്ക് കഴിയാത്ത വണ്ണം പ്രതികരണങ്ങളും വാക്കുകളും ഉണ്ടായിക്കൊണ്ടുവരും. മാത്രവുമല്ല വേറെയും ഒരു വിഷയം കണ്ടുവരുന്നു. രജസ്വലയായിട്ടുള്ള സ്ത്രീകളെ, അമ്മയായിരുന്നാലും ഭാര്യയായിരുന്നാലും, അവരെ
രജസ്വലയായിരിക്കുന്ന സമയത്ത് അവർ ദർശിക്കാൻ പാടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരുപാട് ആളുകളിൽ ഇന്നും നിലനിൽക്കുന്നു. എനിക്കറിയുന്ന പലരുമുണ്ട്, എൻ്റെ ബന്ധുക്കളിൽപ്പെട്ടവരുണ്ട്, എൻ്റെ അയൽവക്കത്തുള്ളവരുണ്ട്. അവരുടെ വീട്ടിൽ ഇപ്രകാരമുള്ളൊരു അവസ്ഥ അവരുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ സഹോദരിക്കോ ഭാര്യയ്ക്കോ ഉണ്ടായാൽ അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഇത് ഏറ്റവും അയ്യപ്പനോട് കാണിക്കുന്ന പരമമായിട്ടുള്ളൊരു തെറ്റാണ്. അവരവരുടെ വീട്ടിൽ തന്നെ ഒരു റൂമിലിരിക്കട്ടെ. അവരവർക്ക് ഈശ്വരൻ കൊടുത്തിട്ടുള്ളൊരു ജനന പ്രക്രിയാപരമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ നിയമനമാണ്. അതൊരിക്കലും അശുദ്ധിയായി ദേവിയോ അയ്യപ്പനോ കാണുന്നില്ല, പറഞ്ഞിട്ടില്ല. തെറ്റാണ്. അപ്രകാരമുള്ള കാഴ്ചപ്പാടും വിശ്വാസവും തെറ്റാണ്, ആചരണവും തെറ്റാണ്. രജസ്വലയായിട്ടുള്ള അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള മാസക്കുളി അതുള്ളിടത്ത് വിളക്ക് വെക്കാൻ പാടില്ല എന്നും പലരും പറയുന്നു. അത് വിളക്ക് വെക്കുന്നത് രജസ്വലയുള്ള സ്ത്രീകൾ വെക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയുള്ള മറ്റുള്ളവർക്ക് വിളക്ക് വെക്കാം. അവിടെ അവർ ഇരിക്കുന്നതുണ്ടെങ്കിൽ ആ വീട് അശുദ്ധിയല്ലേ എന്ന് ചോദിക്കുന്നു. പൊട്ടത്തരം പറഞ്ഞ് നിർത്തുന്ന കാലം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതെല്ലാം നിങ്ങളുടെ ഒരുപാട് ജീവിതത്തിൽ തളർച്ച ഉണ്ടാക്കുവാനായിക്കൊണ്ടുള്ള വിശ്വാസമായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങളറിയാതെ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത് സ്ത്രീയെ അശുദ്ധിയായി കാണുന്ന പക്ഷം നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കാനായിക്കൊണ്ട് നിങ്ങൾ പാത്രീഭൂതരാകുന്നു. കാരണം നിങ്ങളെ പെറ്റിട്ടുള്ളത് നിങ്ങളുടെ മാതാവാണ്. ആ ഗർഭപാത്രം ശുദ്ധീകരിക്കുവാനായിക്കൊണ്ടാണ് മാസമുറ അല്ലെങ്കിൽ ആർത്തവം രജസ്വല ആകുന്നതെന്ന് അറിയണം. അവരുടെ ഗർഭപാത്രം ശുദ്ധി കൈവരിച്ചാൽ മാത്രമേ അവിടെ വീണ്ടും സൃഷ്ടി നടക്കുന്നതുള്ളൂ. ആയതുകൊണ്ട് അതൊരിക്കലും സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആ ഒരു പ്രക്രിയ അശുദ്ധിയായി കാണുന്ന ഈ ലോകം ആ സ്ത്രീകളോട് കാണിക്കുന്ന, അമ്മയോട് കാണിക്കുന്ന, ഭാര്യയോട് കാണിക്കുന്ന, പെങ്ങളോട് കാണിക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ളൊരു പാപമാണെന്നറിയണം. പാവപ്പെട്ടവരായിട്ടുള്ള ആ അമ്മമാരെ ഒരുപാട് വേദന തിന്നിട്ടാണ് നമ്മളെ ജനിപ്പിക്കുന്നതെന്നറിയണം. എന്നിട്ടും അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആചരണത്തിൻ്റെ പേരിൽ, ഈശ്വരൻ്റെ പേരിൽ, അയ്യപ്പൻ്റെ പേരിൽ അവരെ നിന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന അയ്യപ്പൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷമം നിങ്ങൾക്കറിയില്ല. ആയതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്രകാരമുള്ള ആചരണങ്ങൾ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ അശുദ്ധിയായി കാണുന്ന ആ രജസ്വലയായി നിലകൊള്ളുന്ന ആർത്തവത്തോടുകൂടി നിലകൊള്ളുന്ന അവരെ കണ്ട് നിങ്ങൾ വണങ്ങണം. അവരിലും ആ സമയത്ത് അയ്യപ്പനുണ്ടെന്നറിയണം. ആ സമയത്തും അവരിൽ ഒരു മാളികപ്പുറത്തമ്മ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം. അറിയാതെ നിങ്ങൾ പോകരുത്. ഇത് കേൾക്കുന്നവർ ഇനി ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പറയുന്നു, നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഭാര്യയെയോ അമ്മയെയോ പെങ്ങളെയോ രജസ്വലയായി ഉള്ള സമയത്ത് നിങ്ങൾ ഇപ്രകാരം അവരെ മാറ്റി നിർത്തരുത്. അവരെ അയ്യപ്പൻ്റെ അമ്മയായി നിങ്ങൾ കാണണം. ആ സമയത്ത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ മാളികപ്പുറത്തമ്മയായി കണ്ടുകൊണ്ട് നിങ്ങൾ അവരെ വണങ്ങണം. നമസ്കാരം.